നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ രാത്രി യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഒരു അത്യപൂർവ രാത്രിയാണ്. 2 ഗോൾ കീപ്പർമാർ നിന്ന് എല്ലാ ഷോട്ടുകളും തങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ ഷോട്ടുകളും തടഞ്ഞിടാൻ അങ്ങ് തീരുമാനിച്ചപ്പോൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടന്ന് അവരുടെ ടീം വിജയിച്ച് കയറി. നമ്മൾ പറയുന്നത് ഷെസ്നിയുടെയും ആലിസൺ ബക്കറുടെയും പ്രകടനത്തെക്കുറിച്ചാണ്. ഇന്നലത്തെ രാത്രി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സ്പെഷ്യലാണ് എന്ന് വെറുതെ പറയുന്നതല്ല, കണക്കുകൾ കാണിക്കുന്നത് അതാണ്. 2016-17 സീസണിന് ശേഷം ഇങ്ങോട്ടെടുത്താൽ 25 ഷോട്ടുകൾ എതിർ ടീമുകൾ ഉതിർത്തിട്ടും ഒറ്റ ഗോള് പോലും അവർക്ക് അടിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഗോൾ കീപ്പർമാർ നിറഞ്ഞു നിന്ന 3 കളികളേ ഉള്ളൂ. അതിൽ 2 കളികളും ഇന്നലത്തേതാണ്. ഇന്നലെ PSG 27 ഷോട്ടുകളാണ് ലിവർപൂളിൻ്റെ വലയിലേക്ക് അടിക്കാൻ നോക്കിയത്. 9 ഓൺ ടാർഗറ്റിലേക്ക് വന്നപ്പോൾ അതൊക്കെ തടഞ്ഞിട്ടു ആലിസൺ ബക്കർ. അതുപോലെ 26 ഷോട്ടുകളാണ് ബെൻഫിക്ക FC ബാഴ്സലോണയുടെ വലയിലേക്ക് അടിച്ചു കയറ്റാൻ നോക്കിയത്. 8 ഓൺ ടാർഗറ്റിലേക്ക് വന്നപ്പോൾ തടഞ്ഞിട്ടു വോയ്ചെക് ഷെസ്നി. 2 പേരും മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി UCL ഒരു സ്പെഷ്യൽ നൈറ്റാക്കി ഇന്നലത്തെ രാത്രിയെ മാറ്റി. ഇലക്ട്രിഫയിങ് പെർഫോമൻസ് നടത്തിയ PSG മുന്നേറ്റ നിരയെ ആലിസൺ ഒറ്റക്കാണ് തടഞ്ഞു നിർത്തിയത്. 10 പേരായിട്ട് ചുരുങ്ങിപ്പോയി തൻ്റെ ടീമിന് കിട്ടിയ പണി. പക്ഷേ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്നു വോയ്ചെക് ഷെസ്നി എന്ന വെറ്ററൻ താരം. അതാ പറഞ്ഞത്, ഈ രാത്രി സ്പെഷ്യലാണ്. ഈ കഴിഞ്ഞു പോയ രാത്രി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട രാത്രിയാണ്. അതിൽ ആലിസൺ ബക്കർക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഒഫീഷ്യലി ലഭിച്ചു. വോയ്ചെക് ഷെസ്നിക്ക് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ആരാധകരുടെ മനസ്സിൽ അദ്ദേഹം തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്നലത്തെ വോയ്ചെക് ഷെസ്നിയുടെ പ്രകടനം നോക്കുക. 8 സേവുകൾ, 5 സേവുകൾ വന്നത് ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളാണ്. 2 പഞ്ചുകൾ, 2 റൺസ് ഔട്ട് അദ്ദേഹം നടത്തി. അത് 2ഉം സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ മിന്നും പ്രകടനം അദ്ദേഹം നടത്തി. മറുഭാഗത്ത് ആലിസൺ ബക്കർ 9 സേവുകൾ നടത്തി. 4 ഷോട്ടുകൾ ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് സേവ് ചെയ്തു. 1 പഞ്ച്, 4 ക്ലിയറൻസുകൾ, 10 ആക്യുറേറ്റ് ലോങ് ബോളുകൾ. 2 പേരുടെയും ടീം ക്ലീൻ ഷീറ്റോടുകൂടി വിജയിക്കുമ്പോൾ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് നേടിയത് എന്നുകൂടി ശ്രദ്ധിക്കുക. എന്തായാലും ഇന്നലത്തെ രാത്രി ഗോൾ കീപ്പർമാർ പൊളിച്ചടുക്കിയ രാത്രിയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.